ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്രൻ നാരായണൻ കൂടെ ചേരുന്നു നമ്മോടൊപ്പം. ശ്രീ ഉപേന്ദ്രൻ നാരായണൻ, ഈ തൃശൂർ ട്രാഫിക് ബ്ലോക്കിലെ ആംബുലൻസിന് വഴിയൊരുക്കിയ ദൃശ്യം അതേറെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്ന ഒരു ദൃശ്യമായിരുന്നു. നമ്മളെല്ലാവരും അത് കണ്ടതായിരുന്നു. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അവരുടെ സേവന മനോഭാവവും ഒക്കെ തന്നെ നമ്മൾ അത് ആ ദൃശ്യത്തിൽ കണ്ടതാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ ആ വഴി ഒരുക്കുന്നു, കാര്യങ്ങളൊക്കെ തന്നെ വളരെ പ്രശംസ ഏറ്റുവാങ്ങിയത്. പക്ഷേ പിന്നീട് ഇപ്പോൾ ഇത് അന്വേഷണത്തിന് ഒടുവിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഈ ആംബുലൻസിൽ അതായത് ആംബുലൻസിനുള്ളിൽ രോഗി ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ്. രോഗിയില്ലാതെ ആംബുലൻസ് മുന്നോട്ട് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ വലിയ തോതിൽ വിമർശനം വരുന്നു. ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവർക്ക് പിഴ ചുമത്തിയിരിക്കുന്നത് വെറും 250 രൂപയാണ്. ഇതെങ്ങനെയാണ് മറ്റുള്ളവർക്കൊരു മാതൃകയാകുക? കാരണം പലപ്പോഴും നമുക്കറിയുന്നതാണ് ആംബുലൻസ് ഡ്രൈവർമാരടക്കം ഇതുപോലെ രോഗിയില്ലെങ്കിലും പലപ്പോഴും ലൈറ്റൊക്കെ തെളിയിച്ച് അതിൻ്റെ അലേർട്ടൊക്കെ നൽകി പോകുന്നതൊക്കെ തന്നെ. ഈ 250 രൂപ വെച്ച് ഇതൊരു ഒരു മാതൃകയാകുമോ? പ്രവണതയാണ്. ഒന്ന്, ആംബുലൻസിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആശുപത്രിയിൽ എത്താൻ വേണ്ടിയുള്ള ഒരു മരണപ്പാച്ചിലാണ് ആംബുലൻസുകൾ ചെയ്യുന്നത്. അതിന് പോലീസുകാര് മരിച്ചു പണിയെടുക്കുകയാണ്. ഈ വാഹനത്തിന് ഒരു വഴിയൊരുക്കി എങ്ങനെങ്കിലും ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി. ഈ പറഞ്ഞ ASI അപർണ ലവകുമാറിനെ എനിക്കറിയാം. കഴിഞ്ഞ 15 കൊല്ലം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് തൃശ്ശൂർ ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ഇത്രയും ആത്മാർത്ഥതയോടെ മരിച്ചു പണിയെടുക്കുന്ന ഒരു ലേഡിയായിരുന്നു ഈ പറഞ്ഞ അപർണ. അപ്പോ ഈ ആംബുലൻസിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ അവര് നെട്ടോട്ട് ഓടുകയാണ് വഴി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോ ആ ആംബുലൻസ് ഫേക്കായിട്ട് ആൾക്കാരെയൊക്കെ ചീറ്റ് ചെയ്തിട്ട്, പോലീസിനെ ചീറ്റ് ചെയ്തിട്ട് അതിനകത്ത് രോഗിയില്ലാതെ മരണപ്പാച്ചിൽ ചെയ്തതിന് ഈ 250 രൂപ ഫൈൻ ഒന്നുമല്ല. ആ ഡ്രൈവറുടെ, ആംബുലൻസ് ഡ്രൈവറുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് അത് ക്യാൻസൽ ചെയ്യണം. ഈസ് അൺഫിറ്റ് ഫോർ ആൻ ആംബുലൻസ് ഡ്രൈവർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഇത് സത്യം പറഞ്ഞാൽ ജനങ്ങൾ മറന്നു തുടങ്ങിയ സമയത്ത് ഇത് കണ്ടുപിടിച്ചതിൽ എനിക്ക് MVD മോട്ടോർ വാഹന വകുപ്പിനോടും ഇത് കണ്ടുപിടിച്ച AMVയോടും വലിയ നന്ദിയുണ്ട്, വലിയ കൺഗ്രാജുലേഷൻസ് ഉണ്ട്. I really congratulate our MVD department. കാര്യം they have done a wonderful job. കാര്യം നമ്മളൊക്കെ മറന്നു ഒരു ആംബുലൻസിന് ഈ പറഞ്ഞ അപർണ വഴിയൊരുക്കി കൊടുത്തു, അത് രോഗി രക്ഷപ്പെട്ടു എന്നുള്ള ഒരു പ്രതീതിയിൽ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് ഫേക്ക് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആരെ വിശ്വസിക്കും? ഏത് ആംബുലൻസിനെ വിശ്വസിക്കും? ഇവര് MDMA ആയിട്ട് പോയാലും നമ്മൾ തടയാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് രോഗിയുണ്ടെന്നുള്ള ഒരു വിശ്വാസം. പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ലയില് ഇത്തരം തട്ടിപ്പുകളുടെ ഒരു കേന്ദ്രമായിട്ട് വരികയാണ്. ഇപ്പോ അവിടുത്തെ കമ്മീഷണർ ഓഫ് പോലീസ് R. ഇളങ്കോ, അതേപോലെ ശ്രീ B. കൃഷ്ണകുമാർ SP ഓഫ് റൂറൽ തൃശ്ശൂര്, അവരൊക്കെ മരിച്ചു പണിയാണ്. കാര്യം അവിടുത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വേണ്ടി പോലീസിന്റെ സാന്നിധ്യം 24 മണിക്കൂർ റോഡിൽ വിനിയോഗിക്കുകയാണ് ജനങ്ങളെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്ത് എത്തിക്കാൻ വേണ്ടി. ആ സമയത്ത് മറ്റു വാഹനങ്ങളെ കൂടെ തടഞ്ഞിട്ടാണ് ഈ ആംബുലൻസിനെ അന്ന് കടത്തിവിട്ടത്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതൊരു വലിയ പറ്റിക്കലാണ്, ചതിയാണ്, വഞ്ചനയാണ്. കൂടാതെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു നടപടിയാണ് ആ ആംബുലൻസ് ഡ്രൈവർ ചെയ്തത്. അതിന് പറ്റിയ ശിക്ഷയല്ല 250 രൂപ പെറ്റി കേസ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഒന്നുമല്ല. അയാൾക്കെതിരെ മറ്റ് കേസുകൾ എടുക്കാം, 184 എടുക്കാം, റെക്ലെസ് ഡ്രൈവിംഗ് എടുക്കാം. അങ്ങനെ കൂടാതെ ഇതുമാതിരിയുള്ള ജനങ്ങളെ ട്രാഫിക് ബ്ലോക്കിൽ പെടുത്തിയതിന് മറ്റ് സെക്ഷൻസ് ഉപയോഗിക്കാം. എങ്ങനായാലും ഈ 250 രൂപ ശിക്ഷ പര്യാപ്തമല്ല അതാണ് എന്റെ അഭിപ്രായം. അതുപോലെ തന്നെയാണ് ശ്രീ ഉപേന്ദ്രൻ നാരായണൻ. നമുക്കറിയാം ഈ ആളുകളൊക്കെ തന്നെ നമുക്കൊരു ആംബുലൻസിനെ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു അത്യാസന്ന രീതിയിലൊക്കെ പോകുമ്പോൾ തന്നെയും പരമാവധി നമ്മൾ കഴിവതും വഴിമാറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ ചിലവർ ചെയ്യാറില്ല, നമുക്കറിയാം. പക്ഷേ പലരും അങ്ങനെ വഴിമാറി കൊടുക്കുന്നതൊക്കെയാണ്. പക്ഷേ ഇനി അവർക്ക് വഴിമാറി കൊടുക്കാൻ വേണ്ടി ഒരു ഭയമായിരിക്കും. കാരണം ഇത് സത്യമാണോ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് കള്ളമാണോ എന്നുള്ളൊരു കാര്യം. ഈ നമ്മൾ പുലി വരുന്നുണ്ടെന്ന് പറയുന്ന പോലെ ഒരു രീതിയിലേക്കൊക്കെ മാറിപ്പോകും. കർശനമായിട്ടുള്ളൊരു നിർദ്ദേശവും കർശനമായിട്ടുള്ളൊരു ഫൈനുമാണ് ഇവിടെ ആവശ്യം. അതെ, സാധാരണ ഫൈൻ 250 രൂപ എന്ത് അടിസ്ഥാനത്തിലാണ് MVD ചാർജ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ പോലീസ് നിർബന്ധമായിട്ടും ഈ വാഹനം, ഈ ആംബുലൻസ് പിടിച്ചെടുക്കും. ഇതിപ്പോ ഈ ദിവസങ്ങളിൽ ഇന്നാണല്ലോ ഈ ന്യൂസ് വെളിയിൽ വന്നത്. അപ്പോ വളരെ ശക്തമായ പോലീസ് ഓഫീസർമാരാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. പ്രത്യേകിച്ച് പോലീസ് കമ്മീഷണർ ഓഫ് തൃശ്ശൂർ സിറ്റി ശ്രീ R. ഇളങ്കോ, അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടെന്നും ഈ ഡ്രൈവറെ പിടിക്കുമെന്നും അദ്ദേഹത്തിന്
ജാമ്യമില്ലാത്ത ഏതെങ്കിലും കേസിൽ പെടുത്തും. കാര്യം ഇത് ജനങ്ങൾ മണിക്കൂറോളം 3-4 മണിക്കൂറെടുത്താണ് ഒരു സ്ഥലത്തു നിന്ന് ഈ പാലിയക്കര ടോൾ പ്ലാസ മാതിരി മുരുങ്ങൂർ മാതിരി സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരെ ഈ അപർണ ശരിക്കും ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, ഒന്ന് ചെറുതായിട്ട് തടഞ്ഞിട്ടാണ് ആംബുലൻസിന് വഴിയൊരുക്കിയത്. അപ്പൊ ഈ തോന്നിവാസം കാണിക്കാനാണ് ഈ ഡ്രൈവർ കാണിച്ചതെങ്കിൽ അത് പോലീസിനെ ചീറ്റ് ചെയ്യാനും ജനങ്ങളെ ചീറ്റ് ചെയ്യാനും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലാണ് ആംബുലൻസ് ഡ്രൈവർ പെരുമാറിയിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ നടപടി ശക്തമായിട്ടോ ഇതിന്റെ പുറത്തുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതെ, നടപടി തന്നെയാണ് ആവശ്യം. ഒരു താക്കീതിനോ അല്ലെങ്കിൽ 250 ഫൈനൊക്കെ നമുക്കറിയാം വളരെ ചെറിയൊരു എമൗണ്ട് തന്നെയാണ്. നമ്മൾ ഈ ആംബുലൻസ് ഡ്രൈവർമാരെ കുറിച്ചൊക്കെ പറയുമ്പോഴും പലരും അങ്ങനെയല്ല, എന്നാലും പൊതുവിലെയുള്ള ഒരു ആളുകൾക്കിടയിലൊക്കെ തന്നെ അവർക്കുള്ളിലുള്ളൊരു മനോഭാവം, പിന്നെ ജനങ്ങൾക്കുമുള്ള ഒരു രീതി, അതായത് നമുക്കറിയാം പലപ്പോഴും അത്യാസന്ന നിലയിലൊക്കെയുള്ള ആ വ്യക്തികളെ കൊണ്ടൊക്കെ പോകുമ്പോഴും ഈ പൊതുജനങ്ങൾ പലപ്പോഴും വഴി മാറി കൊടുക്കാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഉത്കണ്ഠകളും ആശങ്കകളും ഒക്കെ തന്നെയുണ്ട്. അങ്ങനെ ഒരു കാര്യങ്ങളും ഉണ്ട്. കാരണം അതൊക്കെ തന്നെ ഇനി വർദ്ധിക്കാനുള്ള ഒരു ചാൻസസ് ആണ്. കാരണം ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകളായിരിക്കും എന്ന് അവർ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനൊന്നുമില്ല. യു സെഡ് ഇറ്റ്. കാരണം ഈ ആംബുലൻസ് നമ്മളുടെയൊക്കെ മനസ്സിലെ ഒരു ധാരണ, ആ ആംബുലൻസിന്റെ ധൈര്യം, ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ വഴിയൊരുക്കി ഒരു ജീവൻ രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ വാഹനം ഓടിക്കുന്നവര്, റോഡിൽ മറ്റ് 2 വീലർ ഓടിക്കുന്നവരെയൊക്കെ പരമാവധി ഒതുങ്ങി. ഒന്നാമത് ഇപ്പോൾ അപകട നിരക്ക് റോഡിൽ കൂടി, അത്യാസന്ന നിലയിൽ രോഗികളുടെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടി, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ള ഒരു പൗരന്റെ ധർമ്മമാണ്. കാര്യം നമ്മളെല്ലാം തന്നെ അതിനകത്ത് വിലപ്പെട്ട ഒരു ജീവൻ മരണത്തോട് മല്ലടിക്കുന്നു എന്നൊരു ഫീലിംഗ് നമുക്കുണ്ടാവുകയും നമ്മളുടെ യാത്ര നമ്മൾ അല്പം ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് പലയിടത്തും നമ്മൾ ഒതുക്കി കൊടുക്കും. അതും പ്രത്യേകിച്ച് തൃശ്ശൂർ തൊട്ട് എറണാകുളം വരെയുള്ള റോഡില് വളരെ ബുദ്ധിമുട്ടിയാണ് വാഹനങ്ങൾ ഇഞ്ചിഞ്ചായിട്ടാണ് നീങ്ങുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ഒരു ആംബുലൻസ് വരുമ്പോൾ ഒരു ലൈൻ അങ്ങ് ബ്ലോക്ക് ആവുകയാണ്. അത് ഈ പറഞ്ഞ മാതിരിയുള്ള പോലീസിന് തലവേദനയാണ്. അവര് പരമാവധി, കാര്യം നമുക്കറിയാം പോലീസിന്റെ എണ്ണം വളരെ പരിമിതമാണ് തൃശ്ശൂർ റൂറൽ ഡിസ്ട്രിക്റ്റിലും സിറ്റി ലിമിറ്റിലും. അവര് 24 മണിക്കൂർ റോഡിൽ പണിയെടുക്കുമ്പോൾ അവരെ ചീറ്റ് ചെയ്യുക, നാട്ടുകാരെ ചീറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ മനസാക്ഷിക്ക് ഇതെല്ലാം ഫേക്ക് ആയിരുന്നല്ലോ എന്ന് പറയുമ്പോൾ മലബാർ ഏരിയയിലൊക്കെ പല ജില്ലകളിലും ചിലപ്പോൾ ആംബുലൻസിനെ വകവെക്കാതെ ആൾക്കാർ അതിന്റെ മുന്നിൽ കൂടെ ഒക്കെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ആംബുലൻസ് ഡ്രൈവേഴ്സ് തന്നെയാണ്. അവര് അൺനെസസറി ആയിട്ട് ആംബുലൻസിന്റെ സൈറൺ മുഴക്കുകയും എമർജൻസി നേച്ചർ ആണെന്ന് റോഡിൽ മറ്റുള്ളവരെ ഫൂളാക്കി കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ എന്റെ വീടിന്റെ പിന്നിൽ തന്നെ ഒരു ആംബുലൻസ് ഡ്രൈവർ താമസിക്കുന്നുണ്ട്. പാതിരാത്രിക്കൊക്കെ അയാൾ സൈറൻ ഇട്ടുകൊണ്ട് ഇടവഴിയിലൂടെ ഓടിക്കുന്നതാണ്. അതിനകത്ത് രോഗിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ അങ്കമാലി SHOയോട് ഇത് പരാതിയായിട്ട് പറഞ്ഞു. അപ്പോ ഇതൊക്കെ ഒരു പൗരബോധത്തിന്റെ സിവിക് സെൻസ് എന്ന് പറയും. ആംബുലൻസിന്റെ സൈറൺ അനുവദിച്ചേക്കുന്നത് എമർജൻസി നേച്ചറിൽ മാത്രം ഉപയോഗിക്കാനാണ്. നമ്മൾ ആ സൈറൺ കേൾക്കുമ്പോൾ നമ്മൾ മര്യാദക്കാരായ ജനങ്ങളുടെ മനസ്സിൽ മറ്റൊരു ജീവൻ രക്ഷപ്പെടട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് നാം റോഡിൽ പെരുമാറുന്നതും ആംബുലൻസിന് വഴിയൊരുക്കുന്നതും. പക്ഷെ അതൊരു ഫേക്ക് ആയിട്ടുള്ള രീതി ആവുമ്പോൾ ഇനിയിപ്പോ ആംബുലൻസിന് അത്രയും സ്പീഡിൽ പോകാനായിട്ട് ജനങ്ങൾ സമ്മതിക്കില്ല. അല്ലെങ്കിൽ ഓരോ വാഹനവും ചെക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാ. കാര്യം ഒരു മിനിറ്റ് ചിലപ്പോൾ വൈകിൽ ആ രോഗി മരിച്ചു പോകും. അപ്പൊ ഇത് ഈ ഡ്രൈവർമാര് കുറച്ച് മര്യാദ എന്ന് വെച്ചാൽ എല്ലാ ഡ്രൈവർമാരെയും 99% ആംബുലൻസ് ഡ്രൈവേഴ്സും ദേ ആർ ലൈഫ് സേവേഴ്സ്. ആയിരക്കണക്കിന് ജീവൻ രക്ഷിച്ച ഒരു ഗ്രൂപ്പാണ് കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ ആംബുലൻസ് ഡ്രൈവേഴ്സ്. അപ്പൊ ഒരാൾ അങ്ങനെ തെറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മൾ ആംബുലൻസിനെ തടയാനോ സ്ലോ ചെയ്യാനോ പാടില്ല. പക്ഷെ ഡ്രൈവർമാർ ശ്രദ്ധിക്കുക, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഒരു സമൂഹത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ ഗതാഗതക്കുരുക്ക് എല്ലാവർക്കും അറിയാം. ഓണക്കാലത്ത് നീങ്ങാൻ പറ്റാത്ത രീതിയിൽ ഗതാഗതക്കുരുക്ക് എല്ലാ പട്ടണത്തിലും ഉണ്ട്. ദയവ് ചെയ്ത് മാന്യന്മാരായിട്ട് വാഹനം ഓടിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ജോബ് സാറ്റിസ്ഫാക്ഷൻ സംതിങ് എൽസ് ആണ്. അപ്പോ എനിക്കിതിനകത്ത് പറയാനുള്ളത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്മാരത് കണ്ടുപിടിച്ചതിലും പോലീസ് അതിന്മേൽ കർശന നടപടിയെടുക്കുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസവും ഉണ്ട്. വളരെ നന്ദിയുണ്ട് ശ്രീ ഉപേന്ദ്രൻ നാരായണൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.